ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ചെടിയാണ് കേട്ടോ. ഇത് പയറിനോട് സാദൃശ്യമില്ലേ, പക്ഷേ ഇത് പയറിൻ്റെ ചെടിയല്ല, ഇത് ചതുരപ്പയറിൻ്റെ ചെടിയാണ്. അതായത് ഞാൻ ഈ ഒരു ചതുരപ്പയർ ഇവിടെ വന്നതിന് ശേഷം, വയനാട് വന്നതിന് ശേഷം കാണുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ ഇൻട്രോ ചെയ്യുന്നത്. ഇത്രയും കാലം എനിക്കറിയില്ല ചതുരപ്പയർ ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ചതുരപ്പയർ, കണ്ടില്ലേ? അതെ, ഇവിടെ ഒരു വലുതുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ചതുരപ്പയറിൻ്റെ ചെടി. ഇത് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പയറിൻ്റെ ചെടിയായിട്ട് ഭയങ്കര സാദൃശ്യമുണ്ട്. ഇപ്പോൾ പൂക്കളൊക്കെ കണ്ടില്ലേ? പൂക്കളൊക്കെ പയറിൻ്റെ പൂനെ പോലെ ഉണ്ട്, പക്ഷെ കുറച്ചുകൂടി വലിയ പൂക്കളാണ് കേട്ടോ ചതുരപ്പയറിൻ്റെ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മളുടെ പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ മാംസ്യം ഉള്ള ഒരു ഐറ്റമാണ് ഈ ചതുരപ്പയർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ചിക്കനൊക്കെ കഴിക്കത്തില്ലേ, അതുപോലെ ചിക്കൻ, മട്ടൻ, അതിലൊക്കെ മാംസ്യമുണ്ടല്ലോ, അതേപോലെ തന്നെ അത്രയും അളവിൽ തന്നെ ചതുരപ്പയറിൽ മാംസ്യമുണ്ടെന്നാണ്. അതായത് ഈ വെജിറ്റേറിയൻസിന് ഏറ്റവും നല്ല ഒരു ഐറ്റമാണ് ഈ ചതുരപ്പയർ. കാരണം ഒത്തിരി മാംസ്യം അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ്. പച്ചക്കറികളിൽ തന്നെ ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ളത് ചതുരപ്പയറിനാണ്. അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ വേറൊരു ഇതും കൂടി കാണിച്ചു തരാം. ഇത് കണ്ടത് ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചിരിക്കുക കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. ഇത് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അമ്മ എന്താ ചെയ്തെന്ന് വെച്ചാൽ എല്ലാ ചതുരപ്പയറും എടുത്ത് കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പം ഞാൻ വലുതൊന്നും എടുത്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ വെച്ചതാണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചതുരപ്പയർ അറിയുമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യേണ്ട. ചതുരപ്പയറെക്കുറിച്ച് ഇതിന് മുന്നേ അറിയാത്ത ആൾക്കാരാണെങ്കിൽ, ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.